പാലക്കാട് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് സി വത്സനെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇനിയിപ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിന്റെ ഭാഗമായാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അവിടെ ദളിത് യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആഴ്ചകളോളം ഒളിവിലായിരുന്നല്ലോ പ്രശോഭ് വത്സൻ. എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? സിജു, ഒരു മാസത്തോളം ഒളിവിലായിരുന്നു ഈ പാലക്കാട് കുന്നത്തൂർമയുടെ നോർത്ത് കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ് വത്സൻ. പ്രശോഭ് വത്സനെതിരെ ഒരു ദളിത് പെൺകുട്ടിയാണ് പീഡന കേസ് നൽകിയത്. ഇത് സംബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളും പോലീസിന് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശരി, പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സൻ. സന്തോഷ്, തുടരാം. സിജു, ജാമ്യത്തിനായി ഹൈക്കോടതി വരെ സമീപിച്ചെങ്കിൽ പോലും പ്രശോഭ് വത്സന്റെ ജാമ്യം ഹൈക്കോടതി തള്ളി. ഇതിനെ തുടർന്നാണ് 2-4 ദിവസം മുമ്പ് പ്രശോഭ് വത്സനെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടിയത്. ഇന്ന് SC/ST കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹാജരാക്കി 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണാർക്കാടാണ് SC/ST കോടതി. അവിടെ നിന്നും പാലക്കാട് ടൗണിലേക്ക് പ്രശോഭ് വത്സനെ കൊണ്ടുവരികയാണ്. നേരത്തെ ആ ദളിത് പെൺകുട്ടി ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിൽ അടക്കം പ്രശോഭ് വത്സനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. കാരണം 2 ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നാളെയുമായി മുഴുവൻ തെളിവെടുപ്പും പൂർത്തിയാക്കി പിന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് ഈ പ്രശോഭ് സി വത്സനെതിരെ ചുമത്തിയിരിക്കുന്നത് സർലിംഗ്? സ്ത്രീ പീഡന വകുപ്പ് കൂടാതെ SC/ST അട്രോസിറ്റി വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. കാരണം പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ്, ജോലി തേടിയാണ് ഇടുക്കിയിൽ നിന്നും പാലക്കാട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിന് കുറച്ചുകൂടി ഗൗരവമുണ്ട്. ഈ കേസ് പരിഗണിക്കുന്നതും SC/ST അട്രോസിറ്റി വകുപ്പ് പരിഗണിക്കുന്ന കോടതിയാണ്. പാലക്കാടാകട്ടെ മണ്ണാർക്കാട് മാത്രമാണ് ആ കോടതി ഉള്ളത്. അതുകൊണ്ട് മണ്ണാർക്കാട് കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത്. ഈ ഹൈക്കോടതി പോലും ഈ തള്ളിയത് SC/ST അട്രോസിറ്റി വകുപ്പുകളുള്ള ഗുരുതരമായ വകുപ്പുകൾ ഉള്ളത് കൊണ്ടാണ് കേരള ഹൈക്കോടതി പോലും ഈ കേസ് അതീവ ഗൗരവത്തോടെ പരിഗണിക്കുകയും ഈ കേസിലെ ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഹർജി തള്ളുകയൊക്കെ ചെയ്തത്. ശരി. സന്തോഷ് സർലിംഗാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് കൗൺസിലർ ദളിത് യുവതിയെ പീഡിപ്പിച്ച കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. തെളിവെടുക്കുന്നതിന്റെ അടക്കം ഭാഗമായിട്ടാണ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്.